Hi friends, Assalamu alaikum. Welcome back. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു സിമ്പിൾ ഈസി സ്നാക്സ് കാണിക്കുന്നുള്ളത് ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ആക്കി നോക്കണവാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇത്. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. പിന്നെ അവിടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ആക്കണോ. അപ്പോൾ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ അതിൽ ഓൾ കൊടുത്തിട്ട് ഓക്കെ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് അപ്പം തന്നെ കിട്ടും. അപ്പോൾ എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അത്ര തേങ്ങ എണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ അത്ര എടുത്താൽ മതി. ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇടാം. ഞാനിവിടെ ഒരു ലാർജ് സൈസ് ഉള്ളി എടുത്തിട്ടുള്ളത് നല്ലോണം ചോപ്പാക്കിയിട്ട് യൂസ് ആക്കണം. അപ്പോൾ ഇനി ഈ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇനി ഉള്ളി ലെസബിയോ ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇടാം. അപ്പോൾ ഉപ്പ് ഇട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളി ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അത്ര ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാലായി. ഇപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം കുറച്ച് ചേഞ്ച് ആയിക്കൊണ്ട് വന്നതിന് ഈ ടൈമിൽ നമുക്കിനി 1 ടീസ്പൂൺ അത്ര ഇഞ്ചിയും വെള്ളുള്ളി പേസ്റ്റ് ആക്കിയിട്ടിടാം. പേസ്റ്റ് ആക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ നല്ലോണം ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഒരു പച്ചമുളക് നല്ലോണം ചെറുതായിട്ട് ചോപ്പാക്കിയിട്ട് അതും കൂടി ഇടാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കണോ. ഇതിൻ്റെ പച്ചമണവും പോകണോ. അതേപോലെ ഉള്ളിൻ്റെ കളർ നല്ലോണം കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഒരു ലേശം മണത്തിനായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കറിവേപ്പിലിൻ്റെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇടണ്ട. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷണൽ. ബാണാൽ മാത്രം ഇട്ടാൽ മതി. നല്ലൊരു മണം കിട്ടും, അതിനോണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല പാങ്ങലെ ഫ്രൈ ആയിന്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അത്ര മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അത്ര കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ 1 സ്പൂണ് മുളക് പൊടി. മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അത്ര ഗരം മസാല അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇനി നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കണം. തീ ചെറുതാക്കിയിട്ട് ഇതിനെ ഫ്രൈ ആക്കണം. ഇല്ലെങ്കിൽ മസാല അടിയിൽ പിടിച്ചിട്ട് കത്തിപ്പോവും. അപ്പോൾ ഇത് കത്തിപ്പോവാണ്ടിരിക്കാനും പിന്നെ നല്ലോണം പാങ്ങല ബന്ധ് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അത്ര വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ മസാല എല്ലാം നല്ല പാങ്ങല കുക്കായിന്. ഇനി ഇതിലേക്ക് ഞങ്ങൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാം. ഇത് ഞാനൊരു 300 ഗ്രാമിൻ്റെ അത്ര ചിക്കനെ അങ്ങനെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേപ്പിച്ച പിന്നെ കയ്യിൽ തന്നെ ഒന്ന് ഷ്രെഡാക്കിയാലായി. ഇല്ലെങ്കിൽ ഒരു കത്തീനെ യൂസ് ആക്കിയിട്ട് ചെറുതായിട്ട് ചോപ്പാക്കിയാലായി. അപ്പോൾ ഇതിന് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. തീനെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ പുളി ബാലൻസ് ആക്കാനായിട്ട് ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1 മിനിറ്റോളം നമുക്കിതിനെ കുക്കാക്കിയാൽ മതി. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇനി ബ്രെഡ് ബോളാക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുക്കണം. ഈ സൈഡ് നല്ലോണം കട്ടാക്കിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ അതിനെ റോളാക്കുന്ന ടൈമിൽ ആ ബ്രൗണിഷ് ഉണ്ടെങ്കിൽ അത് റോളാക്കാൻ ഭയങ്കര കഷ്ടമാണ്. ഞാനിവിടെ ഒരു 10 ബ്രെഡ് ആക്കിന്. ഈ മസാല വെച്ചിട്ട് നമുക്കൊരു 15 ബോൾ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ടായിട്ട് കാണിക്കാം. ഇതുപോലെ കുറച്ച് ബ്രൗൺ ഉണ്ടെങ്കിൽ അതിനെ എടുത്തിടണോ. ഞാൻ കട്ടാക്കുമ്പോൾ എടുക്കാണ്ട് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിനെ. അപ്പോൾ ഫസ്റ്റ് ഈ ബ്രെഡിനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഡിപ്പാക്കിയിട്ട് അതിനെ നല്ലോണം സ്ക്വീസ് ആക്കിയിട്ട് എടുക്കണം. വെള്ളം നല്ലോണം എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇനി ബ്രെഡ് ഫ്രൈ ആക്കുന്നതിന് കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാവും, ഇത് എണ്ണ പൊടിക്കുമെന്ന്. ഇതുപോലെ ആക്കുമ്പോൾ എണ്ണ എന്തായാലും പൊടിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം എത്ര പാങ്ങല ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനാണെന്ന്. ഇപ്പോൾ ഇത് നല്ലോണം സ്ക്വീസ് ആക്കിന്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല ഫില്ലിങ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. 1 ടീസ്പൂണോ അല്ല 1.5 ടീസ്പൂൺ എത്ര വേണോ അത്ര യൂസ് ആക്കിയിട്ട്, ചെറിയ ബ്രെഡെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ ഇല്ലെങ്കിൽ ഫില്ലിംഗ് ചിലപ്പോൾ പുറത്ത് വന്നു പോയാലോ. അപ്പോൾ ഇതിന് 4 സൈഡിൽ നിന്നും ഇതുപോലെ ക്ലോസ് ആക്കിയിട്ട് കയ്യിൽ തന്നെ ഒരു ബോൾ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്തിട്ട് അതിനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലേക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നുള്ള. ഇപ്പോൾ ഇത് ആയിന്. അപ്പോൾ ഇത് ഷേപ്പായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ അത് ഷേപ്പ് പോലെ തന്നെ കാണും. അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബ്രെഡ് ക്രംസ്. ഇത് ഒരു സ്പൂൺ യൂസ് ആക്കിയിട്ട് ഇതിനെ കവറാക്കുക. ഇല്ലെങ്കിൽ കൈനെ ഡ്രൈ ആക്കിയിട്ടായ പിന്നെ ഇതിനെ കവറാക്കിയാൽ മതി. ഇല്ലെങ്കിൽ പൊടിയെല്ലാം വെടുക്കാവും. ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടില്ലാൽ ബ്രെഡിനെ തന്നെ പൊടിച്ചിട്ട് ക്രംസ് ആക്കിയാലായി. ഇല്ലെങ്കിൽ റസ്കിനെ പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ആക്കിയിട്ട് എടുക്കാനാവും. അപ്പോൾ ഇത് റെഡി ആയിന്. ഇനി ഇതിനെ ഫ്രൈ ആക്കാൻ വെക്കാം. ഇപ്പോൾ സൈഡിൽ ശരിക്കും മുറിച്ചതുകൊണ്ട് നമുക്ക് ഷേപ്പ് പാലാക്കിയിട്ട് എടുക്കാൻ കഴിയും. ഇതുപോലെ സൈഡിൽ ആ ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഷേപ്പാക്കിയിട്ട് എടുക്കാനാവില്ല. അതിനോട് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുള്ള. ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് വേണ്ടിയ ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുത്താലായി. അപ്പോൾ എല്ലാത്തിനും ബ്രെഡ് ക്രംസിൽ കോട്ടാക്കിയിട്ട് ആയി. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ എണ്ണ എടുത്തിനെ. എണ്ണയും അങ്ങനെ കുറച്ച് ജാസ്തി എണ്ണ എടുത്താൽ നല്ലത്. അപ്പോൾ തായൊന്നും പിടിക്കാണ്ട് നീട്ടായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ബോൾ ഇട്ടുകൊടുക്കാം. സ്പൂണിൽ ഇട്ടുകൊടുക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് എണ്ണ തിരിച്ചു പോകും. അതിനോണ്ട് സ്പൂൺ യൂസ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി. ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ആക്കിയിട്ട് എടുത്താലായി. ഒരു 3-4 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഫ്ലെയിമും അങ്ങനെ മീഡിയമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ലോയിൽ എന്തായാലും വെച്ചിട്ട് ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ പാങ്ങൽ ഫ്രൈ ആയിട്ട് കിട്ടല. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ എഗ് ഫില്ലിംഗ് ആക്കുക. അല്ലെങ്കിൽ മട്ടൺ ഉണ്ടെങ്കിൽ മട്ടൺ ഫില്ലിംഗ് ആക്കുക. ബീഫ് ഫില്ലിംഗ് വേണമെങ്കിൽ ആക്കുക. എഗ് ഫില്ലിംഗ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗിനെ ജസ്റ്റ് നല്ലോണം ക്രഷ് ആക്കിയിട്ടായിട്ട് ഇതേ സെയിം മെത്തേഡിൽ അതിൻ്റെ ഫില്ലിംഗ് ആക്കിയാലായി. ഇപ്പോൾ ഇത് നല്ലോണം ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിന്. ഇനി ഇതിനെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പറിലും ഇടണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടല്ലോ എണ്ണ തീരെ പിടിച്ചിട്ടില്ല. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെക്കാക്കി നോക്കാം. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടീന്. അപ്പം നമ്മളെ ചിക്കൻ ബ്രെഡ് ബോൾ റെഡി ആയിന്. ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ആക്കി നോക്കണവാ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ ആക്കാനായ നല്ലൊരു ഈസി റെസിപ്പി ഇത്. അതേപോലെ മക്കൾക്ക് ടിഫിൻക്കും പാക്കാക്കി കൊടുക്കാനാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണവാ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നോളൂ. ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.